പുണ്യം നിറഞ്ഞൊരു തിങ്കളാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. ഞാൻ നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞൊരു അമല് പറഞ്ഞു തരട്ടെ. ഇന്ന് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ശ്രദ്ധിക്കണം, വെറും 10 പ്രാവശ്യം നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിലിരുന്ന് ഖിബിലക്കഭിമുഖമായി 10 തവണ ഈ ആയത്ത് ഓതിയാൽ മതി. ചെറിയൊരായത്ത് 10 പ്രാവശ്യം ഓതിയാൽ ഒരിക്കലും നിങ്ങൾ സമ്പത്തിന് വേണ്ടി ഓടേണ്ടി വരില്ല, മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല, മരിക്കാൻ നേരത്ത് ചിരിച്ച് കിടന്നങ്ങ് മരിക്കാം. അങ്ങനെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും എല്ലായിടത്തും ലൈഫ് കളറാക്കി തരുന്ന മനോഹരമായ ആ ആയത്തേതാണ്, ആ അമലെന്താണ് പഠിക്കണ്ടേ നമുക്ക്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കുട്ടികൾ നീറ്റ് എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സ്വബാഹുൽ ഖൈർ കുടുംബവുമായി ബന്ധപ്പെട്ട് നീറ്റ് എഴുതുന്ന എല്ലാവർക്കും ഉന്നത വിജയം ഖൈറാക്കി തരുമാറാകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ അത്ഭുതം നിറഞ്ഞ ഒരു ആയത്ത് പഠിക്കാൻ. ഈ ആയത്തിൻ്റെ മറ്റൊരുപാട് ഫലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് 10 തവണ ഈ ആയത്ത് നിങ്ങൾ ഓതിയാൽ ലൈഫ് കളറാകും എന്നുള്ളത് ഉറപ്പാണ്. എഴുതി വെച്ചോ, അള്ളാൻ്റെ ഔലിയാക്കൾ പഠിപ്പിച്ചു തന്നതാണ്. ഏതാണ് ആയത്ത്? അത് നമ്മുടെ ആയത്തുൽ കുർസി തന്നെയാണ്. അതാണ് ഉസ്താദ് ഈ പറഞ്ഞു വന്നത്. ഓടിപ്പോവല്ലേ, ആയത്തുൽ കുർസിയാന്ന് പറഞ്ഞ് ഓടിപ്പോവല്ലേ. ആയത്തുൽ കുർസിയുടെ പല മഹത്വങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതുപോലെ അസറിന് ശേഷം ഇന്നിപ്പോൾ തന്നെ തുടങ്ങിക്കോ, കാരണം തിങ്കളാഴ്ച രാവിലെ കടന്നു വരുന്നത്. 10 തവണ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ തന്നെ സയ്യിദു ആയിൽ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവാണ്. ആയത്തുകളുടെ മുഴുവൻ രാജാവാണ് ആയത്തുൽ കുർസി എന്ന് പരിചയപ്പെടുത്തുന്നത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ. ഓരോ സമയത്തും ഓരോ പ്രത്യേകതയാണ്. 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതിയാൽ അവന് സ്വർഗം കിട്ടാൻ മരിച്ചാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മരിച്ചാൽ മതി, കാരണം മരിക്കട്ടെ സ്വർഗത്തിൽ പോകാനായിട്ട്. അപ്പോൾ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണവന് പിന്നെ മരണം മാത്രമേ തടസ്സമുള്ളൂ സ്വർഗത്തിൽ പോകാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുപോലെ നമ്മൾ പുറത്തു പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ടിറങ്ങിക്കഴിഞ്ഞാൽ 70,000 മലക്കുകളുടെ കാവലുണ്ട് എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മദ്രസയിൽ പോകുമ്പോൾ, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ, മറ്റുപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ, നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങൾ കേട്ട് പിന്നാലെ പോകാതിരിക്കാനൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുടെ ശിരസിൽ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചു കൊടുത്തിട്ട് വേണം അവരെ പറഞ്ഞേക്കാനായിട്ട്. 70,000 മലക്കുകളുടെ കാവൽ അവർക്കുണ്ടാകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അസ്ർ കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ഓതിയാൽ പിന്നെ കിട്ടുന്ന 10 മഹത്വങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ? തയ്യാറല്ലേ നിങ്ങൾ പഠിക്കാൻ? ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഈ സ്വബാഹുൽ ഖൈറിൽ പറയുന്ന അമലുകളൊക്കെ ചെയ്തിട്ട് ജീവിതം കളർഫുള്ളായ എത്രയോ മനുഷ്യന്മാരുണ്ട്. ജീവിതം അടിപൊളിയായ എത്രയോ മനുഷ്യന്മാർ, അള്ളാനെ ആസ്വദിച്ച എത്രയോ മനുഷ്യന്മാർ. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മെ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അസർ നിസ്കാരം കഴിഞ്ഞ ശേഷം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കണതിന് മുമ്പ് ആ മുസല്ലയിൽ തന്നെ ഇരുന്ന്, ഇനിയിപ്പോൾ കൈയും കാലൊക്കെ വേദന എടുക്കുമ്പോൾ ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞിരുന്നു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖിബിലയിൽ നിന്ന് തെറ്റരുത്. ഖിബിലയിലേക്ക് തന്നെ ഇരുന്ന് 10 തവണ ആയത്തുൽ കുർസി ഓതണം. വമ്പൻ നേട്ടങ്ങൾ, ചെറുതൊന്നുമല്ല, വമ്പൻ മഹത്വങ്ങളാണ് കാത്തിരിക്കേണ്ടത്. നമുക്ക് പഠിച്ചാൽ ഏതൊക്കെയാണ് ആ മഹത്വങ്ങൾ? ശരിക്കും ഇത് മഹാഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പതിവാക്കാൻ പറ്റുള്ളൂ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ മെൻസ്ട്രൽ പീരീഡിൽ എന്തായാലും പറ്റൂല. മെൻസസ് അല്ലാത്ത സമയത്ത് എന്തായാലും ഇത് നമ്മളിങ്ങനെ പതിവാക്കുക സഹോദരിമാർ. ആണുങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. 10 ആയത്തുൽ കുർസി ഓതാനായിട്ട് ഇപ്പോൾ എത്ര നേരം വേണം? 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വേണം, 5 മിനിറ്റ് പോലും വേണ്ട അല്ലേ. സിമ്പിളായിട്ട് ഓതാം. അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിൻ്റെ മദ്ഹാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത് തന്നെ അല്ലേ. അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് ഓതി നോക്കിയേ, ജീവിതം കളർഫുള്ളാവും. അത് മഹാഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചെയ്താൽ കിട്ടുന്ന മഹത്വം അങ്ങനത്തെയാണ്. ഒന്നാമത്തെ മഹത്വം എന്താ? മരിക്കണതിന് മുൻപ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും.
ഹാപ്പിയായിട്ട് മരിക്കാം അല്ലേ? ഈമാനുള്ളവൻ നല്ല ഈമാനോടുകൂടെ തൗബ ചെയ്താൽ അവന് സ്വർഗ്ഗമില്ലാതെ പ്രതിഫലമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ലേ? അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തൗബക്ക് അവസരം കിട്ടും. ചില ആൾക്കാരുണ്ട്, നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തൗബ ചെയ്യാല. എടാ, അങ്ങനെ നമ്മൾ തെറ്റിനെ നിസ്സാരമായി കണ്ടിട്ട് തൗബ ചെയ്യാല എന്നും പറഞ്ഞ് വിട്ടാൽ തൗബ ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടൂല. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൽ ഭയന്ന് ഖേദിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാനുള്ള തൗഫീക്ക് മരിക്കണതിന് മുമ്പ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈമാനോടെ മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 10 തവണ ആയത്തിൽക്കുറിച്ച് ചോദിക്കോ, അള്ളാഹു തൗഫീക്ക് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ഉപജീവനത്തിൽ ബർക്കത്താണ്. സമ്പത്തിൽ, കുടുംബത്തിൽ, വാഹനത്തിൽ സമാധാനം കിട്ടുന്നേ. ഒരുത്തൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരൂല. ഒരാൾ ഭക്ഷണത്തിന് വകയില്ലാതെ നമ്മളോ നമ്മുടെ മക്കളോ മറ്റൊരാളുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരൂല. നിങ്ങൾ ചില കുടുംബത്തിൽ നോക്കി എപ്പോഴും രോഗം, കയ്യിൽ ശമ്പളമൊക്കെ ഉണ്ട് പക്ഷെ കയ്യിൽ നിൽക്കണില്ല. ഭാര്യയ്ക്ക് രോഗം വരും, അത് മാറിക്കഴിയുമ്പോൾ ഭർത്താവിന് രോഗം മാറുമ്പോൾ കുട്ടികളുടെ മാറുമ്പോഴത്തേക്കും ഉമ്മാക്ക് മാറുമ്പോഴത്തേക്കും വാപ്പാക്ക് ഇല്ലേ? ഇതിങ്ങനെ നടക്കാൻ മാസാവസാനം ആകുമ്പോഴത്തേക്ക് കയ്യിൽ 5 പൈസയില്ല, ആരോടെങ്കിലും കടം വാങ്ങേണ്ട ഒരവസ്ഥ വരികയാണ്. എന്തേ? ബറക്കത്തില്ല. ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഈ ബറക്കത്ത് ഊരിയെടുക്കപ്പെടുന്നേ. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കേട്ടോ അത്. അപ്പോൾ അസറിന് ശേഷം 10 ആയത്തിൽക്കുറിച്ച് ഓതുന്നവരുടെ കുടുംബത്തിൽ ബറക്കത്ത്, വാഹനത്തിൽ ബറക്കത്ത്, ഭക്ഷണത്തിൽ ബറക്കത്ത്, സന്താനങ്ങളിൽ ബറക്കത്ത്. ഒരുപാട് ഉണ്ടാകൽ മാത്രമൊന്നുമല്ല ബറക്കത്ത്, ഉള്ള മക്കൾ നന്നാകാൻ ഇത് മതി എന്നാണ്. ഉള്ള മക്കൾ വഴികേടിലാണെങ്കിൽ ആ മക്കൾ നേരെയാകാൻ നിങ്ങളൊന്ന് ആയത്തിൽക്കുറിച്ച് ഈ പറഞ്ഞ ക്വാളിറ്റിയിലൊന്ന് ഓതി നോക്കിയേ. ഒരുപാട് മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. അള്ളാഹു ഉന്നത വിജയം നൽകുമാറാകട്ടെ. മൂന്നാമത്തൊരു മഹത്വം എന്ന് പറയുന്നത് ശരീരത്തിന് സുരക്ഷ കിട്ടും. നമ്മുടെ ശരീരത്തിന് സുരക്ഷ വേണം രോഗങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഇല്ലേ? അള്ളാഹു വല്ലാത്തൊരു സുരക്ഷാ വലയം ഇങ്ങനെ ഈ ആയത്തിൽ കുറിച്ച് ഓതുന്നവർക്ക് അള്ളാഹു നൽകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തത്, മറ്റുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് സ്വാലിഹ്യങ്ങളുടെ ഹൃദയത്തിൽ ഇവനോട് സ്നേഹം കൂടും. അള്ളാൻ്റെ ഔലിയാക്കൾ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? ഇത് അള്ളാഹു നമുക്ക് രഹസ്യമായി തരുന്ന ചില മഹത്വങ്ങളാണ്. നമ്മൾ ഈ ആയത്തിൽ കുറിച്ച് ഇങ്ങനെ ഓതുമ്പോഴേക്ക് അള്ളാൻ്റെ ഔലിയാക്കളുടെ കൽബിൽ നമ്മൾ ഇട്ട് കൊടുക്കാണ് കുറച്ചവൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഔലിയാക്കൾ നമ്മളിടയ്ക്ക് സിയാറത്ത് ചെയ്യാൻ പോകുന്നവർ, ഇപ്പോൾ മമ്പുറത്താകട്ടെ, മടവൂരാകട്ടെ, ഇപ്പോൾ മടവൂരിപ്പാപ്പ അടുത്ത് നമ്മൾ സിയാറത്തിന് പോകുന്നു, അവരൊക്കെ അള്ളാഹുവിലേക്ക് അത്രമേൽ അടുത്തവരല്ലേ? നമ്മൾ ഈ ആയത്തിൽ കുറിച്ച് പതിവാക്കിയിട്ട് അവരുടെ അടുക്കൽ പോകുമ്പോൾ അവരുടെ കൽബിൽ നമുക്കൊരു സ്ഥാനം കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അല്ലേ? അള്ളാൻ്റെ ഔലിയാക്കളുടെ കൽബിൽ നമ്മളുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ രക്ഷപ്പെടും. വേറെ എവിടെയും പോകണ്ട, ടെൻഷൻ അടിക്കണ്ട. കാരണം അള്ളാഹ് നോക്കുന്ന, അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള കൽബാണ് അള്ളാൻ്റെ ഔലിയാക്കളുടെ കൽബ്. ആ കൽബിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂലേ? മനസ്സിലാവണമെങ്കിൽ പറഞ്ഞത്. അപ്പോൾ 10 ആയത്തിൽ കുറിച്ച് ഓതാം. പിന്നെ ഈ വസ്വാസ് ഇല്ലാതാകാനൊക്കെ ഇത് ഉപകരിക്കും കേട്ടോ. വസ്വാസ് ഇല്ലാതാകാന്ന് മാത്രമല്ല, അതായത് നമ്മുടെ മനസ്സിൽ സംശയം ലെവലേഷൻ ഉണ്ടാവില്ല, ഉറപ്പ് കിട്ടും. 5ാമത്തെ പ്രത്യേകതയാണിത്, ഉറപ്പ്. അള്ളാൻ്റെ വിഷയത്തിൽ ഉറപ്പ്, ഭർത്താവിൻ്റെ വിഷയത്തിൽ ഉറപ്പ്. ചില ആളുകളുണ്ട് സംശയരോഗം, ഫോൺ എടുക്കുമ്പോഴേ സംശയം അല്ലേ? എല്ലായിടത്തും സംശയമാണ്. ഈ സംശയരോഗം ശൈത്താൻ ഇട്ട് തരുന്നൊരു വസ്വാസാണ്. ആ സംശയരോഗം ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ താളം ആകെ തെറ്റിപ്പോവും, ആകെ പ്രശ്നത്തിലാവും. അപ്പം അതുകൊണ്ട് തന്നെ സംശയരോഗത്തിൽ നിന്ന് കാവലാണ്. ഒരു ഉറപ്പ്, അള്ളാൻ്റെ വിഷയത്തിൽ ഉറപ്പ്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ്, മക്കളുടെ കാര്യത്തിൽ ഉറപ്പ്, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, ഇണകളുടെ എല്ലാ മേഖലയിലും ഉറച്ച കൽബുള്ള, അങ്ങോട്ടും ഇങ്ങോട്ട് ആടിക്കളിക്കാത്തൊരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറും. ഈ ആയത്തിൽ കുറിച്ച് അസർ കഴിഞ്ഞിട്ട് എല്ലാ അസറിന് ശേഷവും 10 എണ്ണം പതിവാക്കുന്നവർ. 6ാമത്തത്, ഷഹാദത്തിൽ ചൊല്ലി മരിക്കാൻ പറ്റും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹിയും ചൊല്ലി മനോഹരമായി മരിക്കാൻ പറ്റും. എന്ത് രസമായിരിക്കും എന്ന് പറയാം അങ്ങനത്തെ മരണം എന്ന് പറഞ്ഞാൽ. ഈ മരിക്കണ നേരത്ത് നമ്മൾ മറ്റേ ബദരീങ്ങളുടെ ബൈത്തിൽ പാടുന്നൊരു വരിയില്ല അവസാനം, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബനാ. ദാഹം മൗത്തത് കൂട്ടിടും, അതായത് നമ്മൾ മരിക്കണ നേരത്ത് കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചാൽ പോലും തീരാത്തത്ര ദാഹരിക്കും. മരണത്തിൻ്റെ വെപ്രാണത്തിൽ അടങ്ങിയറാണ്. ആ സമയത്ത് ഒരു കൂജയിൽ വെള്ളവും കൊണ്ട് വരുവാർ ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി.
അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അറിയാതെ വാങ്ങി കുടിച്ചു പോകും. ചിലപ്പോൾ ഭാര്യയുടെ കോലത്തിൽ വരും. ആരുടെ രൂപത്തിലാണ് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭർത്താവിൻ്റെ രൂപത്തിൽ വരും. അപ്പോൾ അത് ശൈത്വാനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അള്ളാൻ്റെ പ്രത്യേകമായ തൗഫീക്ക് കിട്ടണം. ആ തൗഫീക്ക് കിട്ടി മരിക്കാൻ ഈ ആയത്തുൽ കുർസി കാരണമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? ഇതൊക്കെ അറിഞ്ഞിട്ട് അല്ലേ? ഇബ്ലീസിനെ തിരിച്ചറിഞ്ഞിട്ട് ആട്ടി ഓടിക്കണം അവിടെ നിന്ന്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചിരിച്ചിട്ട് അങ്ങോട്ട് മരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 7-മത്തേത് ഖബറിൽ വിശാലതയാണ്. ചെറിയ ഖബർ അല്ലേ? വല്ലാതെ കയ്യും കണക്കില്ലാത്ത വിശാലത ഖബറിൽ അള്ളാഹു തആല തരും. ഓടി നടക്കാനുള്ള സ്ഥലം തരും. 8-മത്തേത് വലത് കയ്യിൽ കിതാബ്. സുബ്ഹാനല്ലാഹ് അല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഉമ്മ മക്കളെ തിരിഞ്ഞു നോക്കാത്ത സമയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, അല്ലെങ്കിൽ ഇക്കാക്ക എന്ന് വിളിച്ച് ഓടി നടക്കണ ഭാര്യ, ഓടി വന്ന ഭാര്യ ഭർത്താവിനെ കണ്ടാൽ തിരിഞ്ഞു നോക്കൂല. വാപ്പി ഉമ്മി മക്കൾ തിരിഞ്ഞു നോക്കൂല. ഇവിടെ ദുനിയാവിൽ ഓടി വന്ന മക്കൾ മൈൻഡ് ചെയ്യൂല. എൻ്റെ മോള്, എൻ്റെ മോൻ, എൻ്റെ പുള്ളിയുടെ കാലിലൊരു മുള്ള് തറക്കണത് പോലെ എനിക്ക് സഹിക്കാൻ പറ്റൂല. ആ മക്കള് അവിടെ നിന്ന് വിയർപ്പിൽ മുങ്ങിക്കുളിക്കണത് കാണുമ്പോൾ മൈൻഡ് ചെയ്യൂല. നഫ്സി 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 നഫ്സി. ആ സമയത്ത് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ഒരു പടച്ചോനെ ലോകം മുഴുവൻ കിട്ടിയതിനേക്കാൾ വലിയ ആനന്ദം. കാരണം രക്ഷപ്പെട്ടില്ലേ? ആ വലത് കയ്യിൽ കിതാബ് കിട്ടാൻ ഈ ആയത്തുൽ കുർസി അസർ നിസ്കാരം കഴിഞ്ഞ് 10 ഓതിയാൽ, അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹിനെ അറിഞ്ഞോതിയാൽ അത് മതിയാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 9-മത്തേത് സിറാത്ത് പാലത്തിലൂടെ പറവകളെപ്പോലെ പറന്നു പോവാം. നടന്നു പോകാമെന്നല്ല, കൊല്ലങ്ങളോളം നടന്നിട്ട് സിറാത്ത് പാലം കിടക്കണവരൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ പറവകളെപ്പോലെ പറക്കുന്നതിന് അത്ര സ്പീഡിൽ സിറാത്ത് മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഈ ആയത്തുൽ കുർസി 10 ഓതിയാൽ കിട്ടുന്ന ഭാഗ്യങ്ങളാണെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കാൻ. 10-മത്തേത് വിചാരണയില്ല. വിചാരണയില്ല, സ്വർഗ്ഗത്തിൽ കിടക്കാം. വലിയ വിചാരണയൊക്കെ നടക്കുന്ന സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും. അതിൽപ്പെട്ടൊരു വിഭാഗമാണ് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഡെയിലി 10 ആയത്തുൽ കുർസി പതിവായി ഓതുന്നവർ. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മുടെ ലൈഫിലുള്ള സങ്കടങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കലി മാറുന്നത്. നിങ്ങൾ 21 ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഇതൊന്ന് പതിവാക്കി നോക്കിയേ. നിങ്ങളുടെ ലൈഫിലുള്ള ടെൻഷൻ, ഡിപ്രഷൻ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ, ബർക്കത്തില്ലായ്മ, സങ്കടങ്ങൾ, എടാ എന്തോ ആയിക്കോട്ടെ ഇത് 21 ദിവസം നല്ല നിയത്ത് വെച്ചിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇതൊന്ന് പതിവാക്കി നോക്കിയേ. നിങ്ങളുടെ ലൈഫ് കളറാവും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയണേൻ തരും. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. ചെയ്യൂലേ? അത്ര ഇഷ്ടം കൊണ്ട് പറയണം നിങ്ങളോട്. സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമല്ലേ മക്കളെ? നമ്മളൊരു കുടുംബമല്ലേ? ഇനി നിങ്ങളെൻ്റെ കൂടപ്പിറപ്പുകൾ, നമ്മളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നാകണം, ഞാൻ ആദ്യം നന്നാകണം, നിങ്ങൾ നന്നാകണമെന്നുള്ളൊരു കൊതി എനിക്കുണ്ടാവുമല്ലോ. മനസ്സിലായി? ഇതൊരു യൂട്യൂബിൽ വെറുതെ ഒരു വീഡിയോ ഇടുക എന്നുള്ളത് മാത്രമൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അള്ളാഹിൻ്റെ ദിക്റുകളെ കുറിച്ച് പഠിക്കുക, നമ്മുടെ വീട്ടിൽ ആത്മീയമായൊരു ഉന്മേഷം ഉണ്ടാക്കുക, അതിലൂടെ എനിക്കും പടച്ചോൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുക, നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു കുടുംബമായി അള്ളാഹു ഈ കുടുംബത്തെ മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഈ ആഴ്ചയിലെ വിജയം നമുക്ക് നാളെ തിങ്കളാഴ്ച ദിവസം എന്തായാലും തിരഞ്ഞെടുക്കാം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഏതായാലും 1000 രൂപയുടെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു കിതാബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേരളത്തിൽ നമ്മൾ ഷാഫിഈ ഫിഖഹിലെ ആധികാരിക ഗ്രന്ഥമായി നമ്മൾ ഫിഖ് വിഷയത്തിലൊക്കെ ഉപയോഗിക്കുന്ന കിതാബാണ് ഫത്ഹുൽ മുഈൻ. ഈ ഫത്ഹുൽ മുഈൻ്റെ മൂലഗ്രന്ഥം ഏതാണ്? ഏത് കിതാബിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത്? ഞാൻ മുമ്പൊരിക്കലും നിങ്ങളോട് എനിക്ക് 1.5 കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് മറന്നുപോയെന്നറിയാനാണ്. ഒന്നുകൂടെ ഇൻഷാ അല്ലാഹ് അത് കണ്ടെത്തിയിട്ടൊന്ന് എഴുതിക്കുക. ഏത് കിതാബാണ് ഫത്ഹുൽ മുഈൻ്റെ മൂലഗ്രന്ഥം എന്ന് പറയുന്നത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹ് പൂർത്തീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഒരുപാട് ദുആ വസിയത്തുകളാണ് അല്ലേ?
മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മക്കൾ നന്നാകാൻ, അതുപോലെ ഹജ്ജിന് പോയവരുണ്ട് യാത്ര എളുപ്പമാകാൻ, നീറ്റ് എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസിന് വേണ്ടി, അതുപോലെ വീട് പണി തുടങ്ങി പെട്ടെന്ന് പൂർത്തിയാകാൻ അള്ളാഹു എളുപ്പാക്കട്ടെ. അതുപോലെ കൊച്ചുമോൻ ഹിഫ്ലിനാക്കിയിട്ടുണ്ട്, 7 ജുസ് ആയി, ഇപ്പോൾ ദർസിൽ പോകാൻ മടിയാണെന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ മടിയൊക്കെ മാറ്റി കൊടുക്കട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കൈകാലുകൾ കടച്ചിലാണ്, അള്ളാഹുയെ പരിപൂർണ്ണ ശിഫ നീ നൽകണയല്ല. ജോലി കിട്ടാൻ ദുആ കൊണ്ട് വസിയത്തുണ്ട്, ഹൈറായ തൊഴിൽ നൽകണയല്ല. മുറാദുകൾ ഹാസിലാക്കാൻ, ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണയല്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ അല്ലാ. ഇതിൻ്റെ മിഥില സവാബ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ, മദദ് തരണേ അല്ലാ, മനസ്സിന് സമാധാനം തരണേ അല്ലാ, കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് മക്കൾ നീറ്റ് എക്സാമും അതുപോലെ മറ്റു പല എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഹൈറായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകണേ അല്ലാ. പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. പട്ടിണിയിൽ നിന്ന് കാക്കണേ അല്ലാ. വീട് നിർമ്മാണം എളുപ്പമാക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചാക്കണേ അല്ലാ. ആരെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണേ അല്ലാ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.